ചെയ്യുന്നവരിൽ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് തിരുസഭയിൽ ഒരു കുടുംബത്തിന് രൂപമെടുക്കാനുള്ള പ്രാരംഭ നടപടിയാണ് മനസ്സമ്മതം എന്ന് പറയുന്നത്. ഈ പുതുവർഷത്തിലെ ദേവാലയത്തിലെ ആദ്യ കർമ്മമാണ് ഉദാശീലനം. സ്നേഹം പങ്കുവെച്ച് പരസ്പരം ഒന്നു ചേരുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാമെന്ന ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ടോണിയും വിജയും എഴുത്താലുകളെന്നുള്ള ദമ്പതികളാണ്. മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ സാക്ഷ്യം നടത്തി ഒന്നിച്ച് ജീവിച്ചുകൊള്ളാമെന്ന അവരുടെ വാഗ്ദാനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ നിമിഷമാണ്. വിവാഹമല്ല, പക്ഷേ വിവാഹത്തിന് തയ്യാറാണെന്ന് എല്ലാവരുടെയും മുന്നിൽ ഏറ്റുപറയുന്ന നിമിഷമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി സമർപ്പിക്കാം. പ്രത്യേകിച്ച് നന്നായ സമുദായത്തിൻ്റെ ഓരോ കർമ്മങ്ങളും നടക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ്, പ്രാർത്ഥനാഗാനത്തിലൂടെയാണ്. സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനാഗാനം ആലോചിച്ചിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നാം പ്രവാചകന്മാരുടെ സംഘത്തിലാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ
നോഹ്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരിലേക്ക് നാമഭാര്യമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെ സ്തുതിക്കണം. നിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നീക്കിയതേ. അഹങ്കാരം, വിനാശവും അരാജകത്വവും നിലനിൽക്കും. അലസനാശത്തിന് പഠിപ്പിക്കുന്നതാകും. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ചെവിക്കൊള്ളണമേ. നമുക്കെല്ലാവരും ഭക്തിയോടും സഭയോടും കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വൃത്തിയാക്കുവാൻ സംരക്ഷണവും പ്രാർത്ഥിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കുന്നു. നിന്റെ വിലാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു. മനസ്സും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിജയൻ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നത്. വിജയൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ടോണിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വാഗ്ദാനങ്ങൾ വിശ്വസമായ ദൈവവും നിങ്ങളുടെ കാരണവന്മാരിൽ ഇവിടെയുള്ള മറ്റെല്ലാവരും സാക്ഷികളാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആണ് ശിഷ്ടതയോടെ പാലിക്കുന്നവനും പാലിക്കാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദാസം ചെയ്യുന്ന ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണം. ഇപ്പോൾ ചെയ്ത വിവാഹവാഗ്ദാനം പൂർത്തിയാക്കാൻ നിന്റെ ദാസരായ ടോണിയെയും വിജയെയും അവരുടെ കാരണവന്മാരായവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണം. അവിടുത്തെ സ്നേഹവും പരീക്ഷണവും ഇവരുടെ മേലും ഈ സമൂഹത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും തന്നെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാനസം തണലാക്കി
എൻ നെഞ്ചത്തുടിപ്പിൽ തേൻ ചിന്തി പറക്കും മാറിവിൽ കുട നീർത്തും മാനസം തണലാക്കി മാറി പെയ്തു പെയ്തു വരും വെയിലും മഞ്ഞും വരും ചൊല്ലും വാൻകിളി അരികെ വരൂ വരൂ കാറ്റിനുലയാതെ ചേർന്നു കഴിയാ ചല്ലക്കൂടല്ലേ ഞാനെന്നും കൂട്ടില്ലേ മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോമൽ കുരുന്നും മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി
ഒരു കാര്യം പറയാമോ, ഒരു മാങ്കനി നുണയാമോ, ഒരു ജന്മം കൂടെ പോരാമോ?